ചാനലുകളുടെ റേറ്റിങ്ങിലുള്ള മത്സരം തുടരുകയാണ്. ഈ ആഴ്ചയും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് റിപ്പോർട്ടർ തന്നെയാണ് ഒന്നാമത്, ഈ ആഴ്ചയും റിപ്പോർട്ടർ തന്നെയാണ് ഒന്നാമത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഈ റിപ്പോർട്ടർ ഒന്നാമതാകുന്നതിന് പിന്നെ ഇവരുടെ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമാണോ? അല്ല, റിപ്പോർട്ടർ ഒന്നാം സ്ഥാനത്ത് വരുന്നതിനും പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഇപ്പം യുദ്ധം വന്നപ്പോൾ അവരുടെ ഗ്രാഫിക് സംവിധാനങ്ങളും അവരുടെ ഒരു ആങ്കറിങ് ശൈലിയുമൊക്കെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, അവർ ലാൻഡിംഗ് ചാനൽ എന്ന രീതിയിൽ ഇപ്പോൾ കേരള വിഷനിലൊക്കെ ആദ്യം വെക്കുമ്പോൾ തന്നെ കാണുന്നത് റിപ്പോർട്ടറാണ്. അതൊരു പരിധിവരെ ഈ മുതിർന്ന ആൾക്കാരെയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ പെട്ടെന്ന് നമ്മളിപ്പോൾ ടി വി വീട്ടിൽ ഓൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ചാനൽ ഇതാകുമ്പോൾ അതിൽ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ന്യൂസ് പ്രസൻറ്റേഷനാണ് നമ്മൾ കുറച്ച് സമയം അത് കാണും. വേറൊരു ചാനൽ കാണാനായിട്ടായിരിക്കും നമ്മൾ ടി വി വയ്ക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ ഇതിൽ കണ്ടിരുന്ന് പോകും. അപ്പോൾ അത്തരത്തിൽ ഒരു മാറ്റം വരുത്താൻ റിപ്പോർട്ടറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമുക്ക് റേറ്റിംഗ് ഇന്നത്തെ പരിശോധിച്ചാൽ റിപ്പോർട്ടർ ടി വി 108.88% ഒന്നാം സ്ഥാനം 2 ആഴ്ചയായി നിലനിർത്തുകയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് കുറച്ച് പിന്നിലായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ചെറിയ വ്യത്യാസമായിരുന്നെങ്കിൽ ഇത്തവണ കുറച്ചുകൂടെ പിന്നിലേക്ക് മാറി 97.26% എന്ന കണക്കിലേക്ക് എത്തി. 24-ൻ്റെ അവസ്ഥയാണ് കഷ്ടം. 24 73.6, അതായത് 97 നിൽക്കുന്നത് 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റിനേക്കാൾ ബഹുദൂരം പിന്നിലാണ് 24. മനോരമ ന്യൂസും 24 തമ്മിലുള്ള വ്യത്യാസവും വലിയ അന്തരം തന്നെയാണ്. അതായത് 73.6 കിടക്കുന്ന 24-നേക്കാൾ ഒരുപാട് പിന്നിൽ 38.51 മനോരമ എത്തപ്പെട്ടു എന്നുള്ളതാണ്. മാതൃഭൂമി ന്യൂസ് ആകട്ടെ മനോരമയ്ക്ക് തൊട്ട് പിന്നിലായി 35.57%. ന്യൂസ് മലയാളം 24/7 ഈ അടുത്ത കാലത്ത് വന്ന ഒരു വർഷമായതേ ഉള്ളൂ. അത് 6-ാം സ്ഥാനത്തായി 27.99 എന്ന ഇതിലെത്തി നിൽക്കുന്നു. അതിന് പിന്നിലായി ജനം ടി വി 25.44, പിന്നെ കൈരളി ന്യൂസും പിന്നിലായിട്ടുണ്ട് 14.82. ഇനിയിപ്പോൾ നിലമ്പൂർ ഇലക്ഷനൊക്കെ വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം. ന്യൂസ് 18 കേരള 13.58, മീഡിയ 1 ഏറ്റവും പിന്നിലായി 6.45. അപ്പോൾ ഈ റേറ്റിംഗിൻ്റെ കണക്ക് എനിക്ക് തോന്നുന്നു ഇതിൽ 6.35 ഇത് മീഡിയ 1 അവർക്കാണ് ഏറ്റവും കൂടുതൽ അഹങ്കാരം. എത്ര പിന്നിലാണെങ്കിലും ഇരുന്ന് ജിഹാദത്വം പറയാനും ഔദ്യോഗികളെ ഇതാക്കാനും ഒന്നും അവർക്ക് ഒരു മടിയില്ല. കുറച്ചുകൂടി ജനാധിപത്യപരമായി പോയിരുന്നെങ്കിൽ ആ ചാനല് അല്ലെ കുറെ കൂടെ നല്ല രീതിയിലേക്ക് എത്താൻ സാധ്യതയുള്ള ചാനലുകളാണ്. കഴിവുള്ള മാധ്യമ പ്രവർത്തകരുള്ള അല്ലെ നല്ല ചാനലുകളാണ്. അവര് കുറച്ചുകൂടി അവർ ജനാധിപത്യപരമായി മറ്റ് വാർത്തകളെ കൈകാര്യം മറ്റ് ചാനലുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ വാർത്തകൾ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ കുറെ കൂടി മാറ്റമൊക്കെ മീഡിയ 1-നും വന്നേനെ. ഈ റേറ്റിങ്ങിൻ്റെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റേറ്റിങ്ങിൽ ഇപ്പോൾ ഓരോ സിറ്റിയിലും നിശ്ചിത വീടുകളിൽ മാത്രമാണ് ഇതിൻ്റെ ഉപകരണം വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീടുകളിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ചാനൽ ഏതാണെന്ന് ഒരു അനുപാതം എടുത്തിട്ടാണ് ആ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ കേരളത്തിൽ മുഴുവൻ ഈ സമയത്ത് ഈ ചാനലായിരിക്കും കൂടുതൽ കാണുന്നതെന്ന് കണ്ടെത്തുന്നത്. കൃത്യമായ കണക്കല്ല, പക്ഷേ ഇത് സ്വാധീനിക്കാൻ കഴിയുമെന്നും അനൗദ്യോഗികമായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കാരണം ഇത്തരം വീടുകൾ കണ്ടെത്താൻ എളുപ്പമാണ്. കാരണം ആ ഏത് വീടുകളിലാണ് വെച്ചിരിക്കുന്നതെന്ന് ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരെ കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ വീടുകളിൽ ചെന്ന് ഈ സ്വന്തം ചാനൽ വെപ്പിച്ചാൽ ഒരു പക്ഷേ റേറ്റിങ്ങിൽ ഉയർന്നു വരാമെന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ പല സ്ഥലത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം അതിന് സ്ഥിരീകരണം ഉണ്ടെന്ന് അറിയില്ല. ഏതായാലും ഈ ചാനൽ യുദ്ധം മുറുകുകയാണ്. ഇനിയിപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നു. ശ്രീകണ്ഠനാളുടെ ഷോ എന്നും കൊണ്ട് 24-ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പോൾ റിപ്പോർട്ടറും 24-ഉം തമ്മിൽ പരിശോധിച്ചാൽ രണ്ടും റിപ്പോർട്ടർ ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു 4-ാമത് വരെയൊക്കെ വരും എന്ന് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ അത് അവർ പെട്ടെന്ന് ഗ്രാഫിക്സ് സംവിധാനം 24-ന് സമാനമായ ഗ്രാഫിക്സിലേക്ക് എത്തി. 24-ന് സമാനമായ ഗ്രാഫിക്സ് മാത്രമല്ല ബിനു, കുറച്ചുകൂടി ആളുകളിലേക്ക് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കുറച്ചുകൂടി ലളിതമായി പറയാൻ അവർ ഈ കടുകട്ടി വാക്കുകൾ ഉപയോഗിക്കാതെ കുറച്ചുകൂടി ലളിതമായി പറയാനും, പിന്നെ ഈ ചാനലുകളിലുള്ളവർക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞാലും അത് പുറമേ കാണിക്കൂല. പക്ഷെ റിപ്പോർട്ടർ അത് പുറമേ കാണിച്ചുകൊണ്ട് തന്നെ അവർ രംഗപ്രവേശനം മീറ്റ് എഡിറ്റേഴ്സ് ഒക്കെ അവരുടെ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്ന ഒരു രീതി ഉണ്ടായി. പിന്നെ മാത്രമല്ല ഡോക്ടർ അരുൺകുമാർ
വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ അത് കാണാൻ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചില വാർത്തകൾക്കിടയിൽ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ അരുൺകുമാറിനെ ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ ചില തെറ്റുകൾ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തെറ്റുകൾ ആർക്ക് സംഭവിക്കാം, ചിലപ്പോൾ 2050 ഇത് വരാൻ സാധ്യതയുള്ള പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വന്നത് പരസ്യത്തിന് അദ്ദേഹം എടുത്ത് വായിക്കുന്ന സാധനം, അതുപോലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ കരകയറി വരാനുള്ള ഒരു കഴിവ് അരുൺകുമാറിനുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു ആങ്കർമാരെടുത്ത് പരിശോധിച്ചാലും കുറെ അഗ്രസീവായിട്ടുള്ള ആങ്കർമാരുണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ ഈ അരുൺകുമാറിനെ പോലെ തന്നെ സുജയ പാർവതി, സ്മൃതി പരുത്തിക്കാട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് CPM 30-ാം തീയതിയെ നേതാക്കളെ തീരുമാനിക്കൂ, അന്നാണ് അവർ പാർട്ടി സമ്മേളനം കൂടി 30-ാം തീയതി ആളെ തീരുമാനിക്കുന്നു. അതെന്താ നിങ്ങൾ 30-ാം തീയതി നിങ്ങൾക്ക് നേരത്തെ കൂടി ആളെ തീരുമാനിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് സ്മൃതിക്കെതിരെ ട്രോളൊക്കെ വരുന്നുണ്ട്. എന്നാൽ പാർട്ടിയുടെ സമ്മേളനം അവരല്ലേ തീരുമാനിക്കേണ്ടത്, സ്മൃതി പറഞ്ഞിട്ട് തീരുമാനിക്കേണ്ട. പക്ഷെ എനിക്ക് തോന്നുന്നു സ്മൃതിയെക്കാളിലും കുറച്ചുകൂടി കാര്യങ്ങളെ കൃത്യമായി പരിശോധിച്ച് കുറച്ചുകൂടി ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായി കൊടുക്കാൻ ഉണ്ണി ബാലകൃഷ്ണനും അരുൺകുമാറിനും സുജയ്ക്കും അവിടെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണൻ പോയി എങ്കിൽ പോലും ആ ഒരു സ്ട്രാറ്റജി പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. സ്വാഭാവികമായിട്ടും ഇനി ഇത് ചുവട് പിടിച്ച് മറ്റാരെങ്കിലും പോകുമെന്ന് അറിയില്ല, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. ഇപ്പൊ ഇന്നലെ ഏതൊരു വാർത്താ ചാനൽ അഭിലാഷ് മുഖൻ റിപ്പോർട്ടറിലേക്ക് പോകുന്നു, ശരിയാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ 24-ൽ നിന്ന് പലരും റിപ്പോർട്ടറിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം അത് യാഥാർത്ഥ്യമുണ്ടെന്നുള്ളതൊക്കെ ഇനി വരും. ഇപ്പൊ മാധ്യമപ്രവർത്തകരെ പണത്തിന്റെ തൂക്കത്തിൽ വിലക്കെടുക്കുന്ന രീതിയല്ലേ, അവരുടെ കഴിവിനേക്കാളും അവരെ അഗ്രസീവായി കൊണ്ടുപോകാൻ കഴിയുമോ, ഉരുളക്കുപ്പേരി പോലെ സംസാരിക്കാൻ കഴിയുമോ, കാണാൻ കുറച്ച് ലുക്കും ഭംഗിയും ഒക്കെ ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ. മുട്ടിൽ മരമുറി അവരുടെ ചാനലാണല്ലോ ഇപ്പൊ റിപ്പോർട്ടർ രണ്ടാമത് വന്നത്. ഈ മുട്ടിൽ മരമുറിക്ക് കുറിച്ച് ഇവരെല്ലാം തന്നെ മറ്റ് ചാനലുകളിലിരുന്ന് ശക്തമായി വിമർശിച്ചതാണ് ഈ ആൻഡോ സഹോദരന്മാർക്കെതിരെ. പക്ഷെ അവരെല്ലാം വിലക്കെടുത്ത് ഇപ്പോൾ ആ ചാനൽ ഒന്നാമത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ചാനലുകൾ ഈ പറഞ്ഞതുപോലെ ചാനലുകൾ എപ്പോഴും ഭയങ്കരമായൊരു യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം യുദ്ധ മേഖലകളിൽ പോലും പോയി ആളുകളെ പിന്നെ കുറെയൊക്കെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കഴിവുള്ളവരെ എടുക്കുന്നതിനേക്കാൾ അവനവന് വേണ്ട ആളുകളെ എടുക്കുക. ഇപ്പൊ CPM അനുകൂലമാണ് അതിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്ന ആളുകളെങ്കിൽ CPM കാരെ മാത്രമേ അവർ എടുക്കുകയുള്ളൂ. അവർക്ക് RSS അല്ലെങ്കിൽ BJP-കാരായിട്ടുള്ള എത്ര കഴിവുള്ളവരാണെങ്കിലും അവരെടുക്കത്തുമില്ല. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. ചാനലുകളുടെ ഓരോ രീതികൾ അക്കാര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ചാനലിൻ്റെ ഒരു എഡിറ്റോറിയൽ പോളിസി ഇപ്പോൾ പലപ്പോഴും ഒരു നിഷ്പക്ഷമാകണമെന്നില്ല. ഒരു ചാനൽ നിഷ്പക്ഷമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഈ യൂട്യൂബ് ചാനലുകളാണ് ഒരു പരിധിവരെയെങ്കിലും എല്ലാ വാർത്തകളും എടുക്കുകയും നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യുകയെന്ന് പറയാൻ പറ്റും. പക്ഷേ മറ്റ് സാറ്റലൈറ്റ് ചാനലുകളുടെ ഒരു പ്രശ്നം അവരുടെ എഡിറ്റോറിയൽ പോളിസി ഇപ്പോൾ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ വാർത്ത ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി ചാനലുകൾ ഒഴികെയുള്ള മറ്റെല്ലാ ചാനലുകൾക്കും അവരുടേതായ നയമുണ്ട്. മാതൃഭൂമിക്കുണ്ട്, നമ്മള് ഒരാളെ എഴുത്തി പറയുന്നല്ലോ. എനിക്കറിയാവുന്ന ഒരാള് ന്യൂസിന്റെ ABCD അറിഞ്ഞിടത്ത ഒരു പെൺകുട്ടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അമൃത റിപ്പോർട്ടർ, അത് കഴിഞ്ഞിട്ട് ന്യൂസ് 24/7 അതിൽ വരെ എത്തി. അത് കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല, ഈ ആളുകളെ പരിചയമുള്ളത് കൊണ്ട് അവർ ഇന്ന ചാനൽ വരുമ്പോൾ നീ ഇങ്ങോട്ട് വന്ന അത് വേറൊരു കാര്യമുണ്ട്. അങ്ങനെ നമ്മളിപ്പോ എടുത്താലും ഒരു പരിധി വരെ ഒരു പരിധി കൂടുതൽ പിന്നെ അവിടെ നിന്ന് അവർ ആ ട്രാക്കിലേക്ക് എത്തിപ്പറ്റി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. കുറെ ബ്ലണ്ടറുകളൊക്കെ സംഭവിക്കുമെങ്കിലും അത് സ്ഥായിയായി നിൽക്കാൻ കഴിയില്ല. പലപ്പോഴും കഴിവുള്ളവരെയൊക്കെ അവഗണിച്ചിടുന്നു എന്നുള്ളൊരു പരാതി ചാനലുകൾക്കുണ്ട് എന്നുള്ളതാണ്. വിഭജനങ്ങളൊക്കെ ഞാനൊക്കെ അതൊക്കെ ഒരുപാട് നേരിട്ട ഒരാളാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൺലൈൻ സൈഡിലോട്ട് മാറിയത്. നമുക്ക് പറ്റിയ ഫീൽഡ് അല്ല അത്. കാരണം തുടക്കം മുതലേ നമ്മൾ അപമാനം സഹിച്ച് മതി, ഇനി അപമാനിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മൾ മാറിയവരാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഓൺലൈനിലും സാധ്യതകളുണ്ട്, എല്ലാ ചാനലിലും യൂട്യൂബ് ഉണ്ട്. പഴയ കാലമൊക്കെ മാറിയല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ 20 വർഷമായി ഫീൽഡിൽ വന്നിട്ട് ആദ്യമൊക്കെ നമുക്ക് ഒരു ന്യൂസൊക്കെ വായിക്കണമെങ്കിൽ ഒരുപാട് കാലം കാത്തിരിക്കും. ഇപ്പം ജോയിൻ ചെയ്യുന്നതിന്റെ പിറ്റേന്ന് തന്നെ ന്യൂസ് വായിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വ്യത്യാസമുണ്ട്. ചാനലുകളൊക്കെ വ്യത്യാസം ഒരുപാട് വരുന്നുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ കുറച്ചുകൂടി ജനകീയമായതുകൊണ്ടാകും ആളുകൾ സ്വീകരിച്ചതും റേറ്റിംഗിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.